Hello everyone, welcome back to Surya's Travel and Cooking World. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനം 2 മീഡിയം സൈസ് സവാള, 2 വലിയ പൊട്ടറ്റോ, പിന്നെ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഇവിടെ 100 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് റിസ്ക് പൊടിക്ക് അല്ലെ ബ്രെഡ് ക്രംസിന് പകരം ഓട്സ് വെച്ചിട്ടാണ് ഞാനവിടെ ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരു കുക്കറിലിട്ട് ആ ചിക്കനും എടുത്ത് വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കുക്കറിൽ ചിക്കൻ ഇട്ട് ഇനി നമുക്ക് കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കനും കിഴങ്ങും കൂടെ വേവിക്കാനായിട്ട് അടുപ്പിൽ വെക്കാം. നമ്മൾ ബ്രെഡ് ക്രംസിന് പകരം ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓട്സ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഓട്സ് ചൂടാക്കാൻ നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. അപ്പോൾ നമുക്കിനി ഓട്സ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഓട്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഓട്സ് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി എല്ലാം കൂടിയിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയും കൂടെ ഇട്ട് വഴറ്റാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഉള്ളിയും മറ്റ് സാധനങ്ങളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന കിഴങ്ങും ചിക്കനും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കിഴങ്ങെടുത്ത് വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഒട്ടും കഷ്ണങ്ങളായിട്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിന് ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് വേണ്ടത്. അഥവാ ഇനി ബോണുള്ള ചിക്കനാണെങ്കിൽ തന്നെ നമുക്ക് ഇത് വേവിച്ച് കഴിയുമ്പോൾ ഈസി ആയിട്ട് ബോൺ റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഈ ചിക്കനെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും കിഴങ്ങും ഉള്ളിയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് കുറച്ച് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിശ്രിതം മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്കൊരു മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൻ്റെ ചൂട് ചെറുതായി പോയിട്ടുണ്ട്. നമുക്കിനി ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് മുട്ടയിലേക്ക് നന്നായിട്ട് മുക്കിയെടുക്കാം. ഇതിന് ശേഷം നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സിലും നന്നായിട്ട് മുക്കിയെടുക്കാം. ഫൈനലി ഇതൊരു ഓവൽ ഷേപ്പിൽ നമുക്ക് എടുക്കണം. അപ്പം നമ്മളിതൊരു ഓവൽ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് അങ്ങനെ തയ്യാറാക്കാം. അപ്പം നമ്മൾ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ച് ചൂടാക്കാം.
പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോ കട്ട്ലേറ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളെപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം കട്ട്ലേറ്റ് കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് മൂത്ത് വരും, അകം ഒട്ടും വേഗത്തുമില്ല. അപ്പം നമുക്കിത് തീ കുറച്ച് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം കട്ട്ലേറ്റ് ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.